എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വരുന്ന ആഴ്ച നമുക്ക് ഇന്റർവ്യൂ വീക്കാണ്. 1-2 ഇന്റർവ്യൂ എല്ലാം നടക്കാൻ പോകുന്നത് 2 രാജ്യങ്ങളിലേക്ക് 6 കമ്പനികളിലേക്കുള്ള ഇന്റർവ്യൂസ് 6 ദിനങ്ങളിലായിട്ട് നമുക്ക് ആണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഒമാനിലേക്കും സൗദി അറേബ്യയിലേക്കുമാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാ വേക്കൻസികളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സ്ത്രീകൾക്ക് പറ്റിയ വേക്കൻസി ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഏതൊക്കെ കമ്പനികളിലേക്കാണ്, ഏതൊക്കെ ജോലി മേഖലകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഈ ജോലികളെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള വേക്കൻസികളുണ്ട്, ഫുഡും അക്കോമഡേഷനുള്ള വേക്കൻസികളുണ്ട്. ജോലി ഒഴിവുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് മെക്ഡൊണാൾഡ്സിലേക്ക് സർവീസ് ക്രൂ എന്ന പോസ്റ്റിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട്. ഈ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് മെക്ഡൊണാൾഡ്സ്. ഈ ഒരു കമ്പനിയിലേക്കാണ് സൗദിയിലെ ജിദ്ദയിലേക്ക് ഇപ്പോൾ സർവീസ് ക്രൂ പോസ്റ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലൊക്കെ ആവശ്യം. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. കൂടാതെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും ഒരുപോലെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്, ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. 21-നും 28-നും ഇടയിലായിരിക്കണം പ്രായം എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 21 മുതൽ 28 വയസ്സിന് താഴെ പ്രായമുള്ള 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നത്. ഇനി സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1100 സൗദി റിയാൽ പ്ലസ് ഫുഡിനായിട്ട് 250 സൗദി റിയാൽ, ടോട്ടൽ 1350 സൗദി റിയാൽ ബേസിക് സാലറിയോടൊപ്പം തന്നെ ഒരു നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ അക്കോമഡേഷൻ, മെഡിക്കൽ, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇന്റർവ്യൂ ഈ വരുന്ന 13-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ക്ലയന്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള 21-നും 28-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 13-ാം തീയതി മെക്ഡൊണാൾഡ്സിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് 14-ാം തീയതി ആണ്. ഒമാനിലേക്കാണ് ഈ ഒരു വേക്കൻസി. ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് ഒട്ടനവധി ജോലി ഒഴിവുകളുണ്ട്. സെയിൽസ്മാൻ, ഷെൽഫ് ബോയ്, മാനേജർ, ബയ്യർ, ഫിഷ് കട്ടർ, ബുച്ചർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ 38 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല, എന്നാൽ മെസ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ പേപ്പറാണ്. ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. ഇതിൽ മാനേജർ പോസ്റ്റിലേക്ക് ഗൾഫിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് മിനിമം 2 വർഷത്തെ ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഇവിടെ സാലറി വരുന്നത് 74,000 ഇന്ത്യൻ രൂപ മുതൽ 98,000 ഇന്ത്യൻ രൂപയായിരിക്കും ഉണ്ടാവുക. അടുത്ത വേക്കൻസി ബയ്യർ പോസ്റ്റിലേക്കാണ്. ഇവിടെയും മിനിമം 2 വർഷത്തെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ GCCയിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സാലറി വരുന്നത് 300 ഒമാൻ റിയാൽ വരെയാണ്, ഏകദേശം 74,000 ഇന്ത്യൻ രൂപ വരെ. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഈ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ബുച്ചർ, അതേപോലെ ഫിഷ് കട്ടർ പോസ്റ്റുകളിലേക്കാണ്. 180 ഒമാൻ റിയാൽ ആയിരിക്കും സാലറി. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ GCCയിൽ ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണ്. ഇവിടെ GCC എക്സ്പീരിയൻസ് വേണ്ട, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. 120 മുതൽ 140, ഏകദേശം 34,000 ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ്. ഇവിടെ 160 മുതൽ 220 ഒമാൻ റിയാൽ വരെയാണ് സാലറി കമ്പനി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. എല്ലാ വേക്കൻസികളിലേക്കും മെസ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. 38 വയസ്സ് വരെയാണ് പ്രായപരിധി. മാസത്തിൽ 4 ദിവസം ഹാഫ് ഡേ നിങ്ങൾക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഫുൾ ഡേ ലീവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ 10 to 12 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുന്നതാണ്. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്ത് പറയുന്നതായിരിക്കും. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ഈ വരുന്ന 14-ാം തീയതിയാണ്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. നമുക്ക് ഇനി ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന ജോലി ഒഴിവ് വെൽഡർ പോസ്റ്റിലേക്കാണ്. ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ്. ഇവിടെ 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്ക്ലി ഡേ ഓഫ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓവർ ടൈം കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിലേക്ക് ടിഗൻ ARC 6G മൾട്ടി വെൽഡർ, അതേപോലെ ടിഗൻ ARC 6G മൾട്ടി വെൽഡർ ഇൻകോണൽ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്.
മൾട്ടി വെൽഡർ പോസ്റ്റിലേക്ക് 2500 മുതൽ 2800 സൗദി റിയാൽ വരെയാണ് സാലറി എങ്കിൽ ഇൻകോണൽ വെൽഡർ പോസ്റ്റിലേക്ക് 3000 മുതൽ 3500 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. 8 മണിക്കൂർ ഡ്യൂട്ടി, നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ്. ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവില്ല. ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒറ്റ കാര്യമാണ്, 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് GCCയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓർക്കുക, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല. GCC എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ 3 മുതൽ 5 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട്. സാലറി ഞാൻ പറഞ്ഞു, അക്കോമഡേഷൻ പറഞ്ഞു. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് 15-ാം തീയതിയാണ്. ഫൈനൽ ഇന്റർവ്യൂ ആണ്. ഇതിലേക്ക് CVs കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് കൺഫേം ആയിട്ടുള്ളത് ഈ വരുന്ന 15-ാം തീയതിയാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള 6G വെൽഡർമാരുണ്ടെങ്കിൽ, ഇൻകോണൽ അല്ലെങ്കിൽ മൾട്ടി വെൽഡർമാരുണ്ടെങ്കിൽ, 40 വയസ്സിന് താഴെയാണ് നിങ്ങൾക്ക് പ്രായമെങ്കിൽ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന വേക്കൻസി ഒരു ഒമാനിലെ ഒരു റെസ്റ്റോറന്റ് കമ്പനിയിലേക്കാണ്. വെയിറ്റർ, കുക്ക്, ഫുഡ് പാക്കിംഗ് ഹെൽപ്പർ, അതേപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. 21-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഇവിടെയും എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നത്. കുക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ വയസ്സ് ചെറിയ വ്യത്യാസം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. GCCയിൽ റെസ്റ്റോറന്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒമാനിലുള്ളവരെ മാത്രമേ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിങ്ങൾക്ക് ഇവിടെ വിസക്ക് എക്സ്പെൻസ് ഉണ്ടാവുകയില്ല, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് എക്സ്പെൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒറ്റ നിബന്ധന, നിങ്ങൾക്ക് GCCയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾ നിലവിൽ ഒമാനിലുള്ള വ്യക്തികളും ആയിരിക്കണം. അതെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വിസ കോസ്റ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിലവിൽ ഒമാനിലുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. അടുത്ത വേക്കൻസിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന വ്യക്തികളാണോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു മികച്ചൊരു ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവെക്കുന്നത്. പിൽഗ്രിം എന്ന കമ്പനിയുടെ കൊറിയൻ റൈസ് വാട്ടർ ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷ് മികച്ചൊരു ഫേസ് വാഷ് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഫേസ് ഗ്ലോ വരുത്തുവാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് കാര്യങ്ങളുണ്ടെങ്കിൽ കുറക്കുവാനും, നിങ്ങളുടെ മുഖത്ത് പാടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കുറക്കുവാനും ഇത് നിത്യമായിട്ടുള്ള ഉപയോഗത്തോടെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് 3 തവണ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈൽഡ് ഫേസ് വാഷ് തന്നെയാണ് പിൽഗ്രിമിന്റെ ഈ ഒരു കൊറിയൻ റൈസ് വാട്ടർ ഫേസ് വാഷ്. ഞാൻ ഉപയോഗിച്ച ശേഷമാണ് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത നൈസായിട്ടുള്ള, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. കൂടാതെ ഇതിന്റെ സ്മെല്ല് ഒരു ലൈറ്റ് സ്മെല്ലാണ്, എല്ലാവർക്കും പറ്റുന്ന, അതായത് തലവേദന കാര്യങ്ങളൊന്നും വരുത്താത്ത രീതിയിലുള്ള സ്മെല്ലാണ് ഇതിന്റെ. ലൈറ്റ് വെയിറ്റ് ഫേസ് വാഷ് ആണ്. ഒരു ഫേസ് വാഷ് കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ അത്രയും ഉപകാരങ്ങൾ നൽകുന്ന ഒരു ഫേസ് വാഷ് ആണ് പിൽഗ്രിമിന്റെ ഈ കൊറിയൻ റൈസ് വാട്ടർ ഫേസ് വാഷ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് ബൈ ചെയ്യാവുന്നതാണ്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് അനേകം ജോലി ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. CV സെലക്ഷൻ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. അതിലേക്ക് CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ വരുന്ന 17-ാം തീയതിയാണ്. 17-ാം തീയതിയാണ് ഇതിലേക്ക് CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 7ഓളം കാറ്റഗറികളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഹെവി ഡ്യൂട്ടി ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. സാലറി വരുന്നത് 1471 സൗദി റിയാൽ മുതൽ 1790 സൗദി റിയാൽ വരെയായിരിക്കും. ഓവർ ടൈം കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് ബസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, സൗദി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ സാലറി നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ട്രക്ക് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. സൗദി ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. സാലറി വരുന്നത് 1471 മുതൽ 1790 സൗദി റിയാൽ വരെയായിരിക്കും. ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദി ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ആംബുലൻസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. ഇവിടെ 1200 മുതൽ 1500 സൗദി റിയാൽ വരെയായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സാലറി. ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാം, അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദി
ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1312 സൗദി റിയാൽ മുതൽ 1590 സൗദി റിയാൽ വരെയായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ, ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഉള്ളവരെ, ഒറിജിനൽ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ക്രെയിൻ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. സാലറി നെഗോഷ്യബിൾ ആണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് മെക്കാനിക് പോസ്റ്റിലേക്കാണ്. സാലറി നെഗോഷ്യബിൾ ആണ്. ഇന്ത്യൻ എക്സ്പീരിയൻസ്, അതായത് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. മെക്കാനിക് പോസ്റ്റിലേക്ക് ലൈറ്റ് മെക്കാനിക്കുമാരെയും ആവശ്യമുണ്ട്, ഹെവി മെക്കാനിക്കുമാരെയും ആവശ്യമുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സാലറി കാര്യങ്ങൾ നെഗോഷ്യബിൾ ആണ്. ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ ഇന്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. പക്ഷേ CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന 17-ാം തീയതിയാണ്. 40 വയസ്സിന് താഴെ പ്രായമുള്ള, അല്ലെങ്കിൽ ഒരു 42, ചില വേക്കൻസികളിലേക്ക് 42 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ, യോഗ്യതയുള്ളവരാണെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 17-ാം തീയതിയാണ് ഇതിലേക്ക് CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ മറക്കേണ്ട, 9539 1280 62. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം 40 വയസ്സിന് താഴെയാണെങ്കിൽ സൗദി അറേബ്യയിൽ ഡെലിവറി ഡ്രൈവറായിട്ട്, കാർ ഡെലിവറി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും. ഫുഡ് ഡെലിവറി ആയിരിക്കും വർക്ക് ഉണ്ടാവുക. ഇവിടെ സാലറി വരുന്നത് 2000 സൗദി റിയാലായിരിക്കും. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21-നും 40-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ള, കൂടാതെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഇതിന് ഇന്റർവ്യൂ നമുക്ക് വരുന്നത് 18-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടായിരിക്കും. മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. സാലറി ഞാൻ പറഞ്ഞു 2000 സൗദി റിയാലായിരിക്കും. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലൊക്കെ തന്നെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതിലേക്കുള്ള ഇന്റർവ്യൂ 18-ാം തീയതിയാണ് നടക്കുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539 1280 62 നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും വിട്ടുപോകരുത്.